അപ്പോൾ ആദിചന്ദ് സ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ നമ്മൾ ഇന്ന് മുതൽ മാരേജ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇന്ന് മുതൽ മാരേജിന്റെ പ്രിപ്പറേഷൻസും അതൊക്കെ ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് വ്ളോഗ് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ നമ്മൾ ഫസ്റ്റത്തെ വെഡിങ് പ്രിപ്പറേഷന്റെ മെയിൻ പരിപാടി നമ്മുടെ വെഡിങ് സാരി ആണല്ലോ. അപ്പൊ ഇന്ന് അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെഡിങ് സാരി പർച്ചേസിംഗ് ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പം റെഡിയൊക്കെ ആയി സെറ്റ് ആയിട്ടുണ്ട്. സമയം 6:30. അപ്പം വൈശ്വേട്ടൻ, അമ്മ, അനിയൻ, മേമ എല്ലാവരും കൂടെ വരുന്നുണ്ട്. നമ്മള് എറണാകുളം ജയലക്ഷ്മിയിൽ പോയിട്ടാണ് ഇന്ന് വെഡിങ് സാരി ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവരൊരു 6:30 ആകുമ്പോൾ എത്താന്ന് പറഞ്ഞു. സോ ഞാൻ റെഡി ആയിട്ട് അവർക്ക് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇനി ഇവിടെ നിന്ന് വന്ന് നമ്മൾ നേരെ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ വെഡിങ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ടെൻഷൻ ഉണ്ട്, കാരണം എന്താണെന്നറിയില്ല. നമ്മുടെ കല്യാണം ആകുമ്പോൾ നമുക്ക് കുറെ ടെൻഷൻസ് ഉണ്ടാവുമല്ലോ. എന്താ എടുക്കുക, എങ്ങനെ എടുക്കുക. നമ്മൾ മനസ്സിൽ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതെന്നെ കിട്ടുമോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് ടെൻഷൻസും നെർവസ് ഉണ്ട്. പക്ഷെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഇതാണ് കേട്ടോ ഏട്ടൻ്റെ മേമ, ഇത് ഏട്ടൻ്റെ അനിയൻ, പിന്നെ ഏട്ടൻ്റെ അമ്മ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ അന്ന് പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങണത്. കാരണം ഒരു 6:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മളൊരു തൃശ്ശൂർ എത്താനാവുമ്പോൾ തന്നെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഹോട്ടലിൽ കയറിയതാണ്. എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്നുള്ള ഡിസ്കഷൻസ് ആട്ടോ അവിടെ നടക്കുന്നത്. സോ നമ്മളങ്ങനെ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നേരെ എറണാകുളത്തേക്ക് ഇറങ്ങിയത്. ഒന്നുമില്ല, നമ്മളങ്ങനെ ജയലക്ഷ്മിയിൽ എത്തിയിട്ടോ. ഏട്ടൻ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് 10 മണി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പം അതുകൊണ്ട് വലിയ തിരക്കില്ല. നമ്മൾ കറക്റ്റ് 10 മണിക്ക് എത്തുന്ന പോലെ വന്നത്. അപ്പം ഏട്ടൻ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ പോയി നോക്കാൻ വേണ്ടി പോവാം. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ എനിക്കൊരു മൈൻഡിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് കളർ സാരിയൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അവിടെ പോയപ്പം പല കളേഴ്സ് ഇങ്ങനെ കണ്ണിൽ പെട്ടപ്പം ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനായി. അവസാനം ചേച്ചീനെ ബുദ്ധിമുട്ടിച്ച് ലാസ്റ്റ് ഞാൻ തന്നെ കയറി അവിടെയുള്ള എല്ലാ സാരീസും നോക്കാൻ തുടങ്ങി കേട്ടോ. അതിൽ നിന്നും കുറേ സാരീസ് വീണ്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയായിരുന്നു. കാരണം അവിടെ പോയിട്ട് എങ്ങനെ എല്ലാ കളേഴ്സും കൂടെ കാണുമ്പം നമുക്ക് വീണ്ടും കൺഫ്യൂഷൻസ് ആവുകയാണ്. ഏതാ എടുക്കേണ്ടത് നമുക്ക് കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓരോന്നും ഞാൻ തന്നെ നോക്കിയിട്ട് നമ്മൾ കുറച്ച് സാരീസൊക്കെ അങ്ങനെ ട്രൈ ചെയ്തു. ചന്തു അങ്ങനെ വരുമ്പോളേ ചോപ്പ് കണ്ട എടുത്ത് വലിച്ചു എടുത്തോ ചേച്ചി? ഒന്ന് താ പറഞ്ഞിട്ട് ഇതൊന്നും തരുമോ? എനിക്ക് തോന്നുന്നു അവിടെ വന്ന എല്ലാ ബ്രൈഡ്സിനും റെഡ് കളർ സാരിയാണ് വേണ്ടതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അത്രമാത്രം റെഡ് കളർ സാരി തന്നെ കുറേ ചേച്ചിമാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് തന്നെ റെഡ് കളറിൽ ഇത്രയും സാരീസ് കൊണ്ടുവന്നു കേട്ടോ. ഇങ്ങനെ തരുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവുകയാണ്. പല കൈൻഡ് ഓഫ് റെഡ് കളർ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇട്ടിരിക്കുന്ന സെക്ഷൻ മൊത്തം റെഡാണ്, പക്ഷെ എല്ലാം പല റെഡ്. അതിൽ തന്നെ ഏതെടുക്കണം എന്ന് ഒരുപാട് കൺഫ്യൂഷൻ ആയിപ്പോയി ഇത്രയും റെഡ് കളർ സാരി കാണുമ്പോൾ. ബ്രൈഡൽ സാരി എനിക്ക് അതന്നെ വേണം. ലൈറ്റിലാണോ ഇനിയിപ്പോ അങ്ങനെ തോന്നുന്നത്? എല്ലാം സെയിം ലൈറ്റ് അല്ലേ? മനസ്സിലാവണില്ല. മേമി അമ്മയോട് സോ ഒരു സാരി കിട്ടി. അപ്പൊ അത് പക്ഷെ ഇതിൽ കാണിച്ചു തരില്ല കേട്ടോ. ഇനി കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഇനി കല്യാണത്തിന് കണ്ടാ ചേച്ചി എടുത്തിട്ട് പോണ കാണുന്നു. ഇല്ല അതല്ല. എന്താ നിന്റെ അഭിപ്രായം? ഇനി ഒരു സാരി കഷ്ടപ്പെട്ട് എടുത്തു, അപ്പോഴേക്ക് ഇനി അടുത്ത സാരി സെലക്ട് ചെയ്യാൻ അതിന്റെ കൺഫ്യൂഷൻ. 4-ാം ഉറപ്പടി സാരി അല്ലേ? 3-ാം ഉറപ്പടി 4-ാം ഉറപ്പടി 4-ാം ഉറപ്പടി സാരി പേസ്റ്റൽ ഗ്രീൻ.
കല്യാണത്തിൻ്റെ സാരി എടുത്തൊന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉച്ച കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും വിശന്നൊരു പരിവായി. പിന്നെ അവിടെ തന്നെ നമുക്ക് കോഫി തന്നിട്ടുണ്ടായിരുന്നു. സോ അത് കഴിച്ചതിന് ശേഷം ഇനി അടുത്ത സാരി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ബ്രേക്ക് എടുത്തതാട്ടോ. എൻ്റെ അമ്മയെ നമുക്ക് കംപ്ലീറ്റ്ലി ടെൻഷനാണോ എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു സ്വാഭാവികമാണ്. കല്യാണത്തിന് നമ്മൾ രാവിലെ പോകുമ്പോൾ വൈകുന്നേരം ആവും. പക്ഷേ നമുക്ക് ടെൻഷൻസും എല്ലാം കൂടെ വരുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഫസ്റ്റ് സാരി സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ടാസ്ക് സെക്കൻഡ് സാരി ആയിരുന്നേ. അതും സെക്കൻഡ് സാരി അല്ല, നമുക്ക് 4-ാം പുറപ്പടി സാരിയാണ്. അപ്പം അതെടുക്കാനുള്ള വീണ്ടും കുറേ ടൈം അതിന് തന്നെ പോയി. അങ്ങനെ അവസാനം ആ ഒരു സാരിയും കൂടെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു കേട്ടോ. വൈശേട്ടൻ ഡ്രസ് എടുക്കണല്ലേ? എപ്പോ? എന്റെ ഒന്നും ഞങ്ങളുടെ ഒന്നും ഇപ്പൊ കഴിയില്ല. പാവം വൈശാഖ് നോക്ക്, വൈശാഖ് തളർന്ന്. സൂപ്പറായിട്ടുണ്ട്. വൈശേട്ടന്റെ ഷർട്ട് അടിപൊളിയായിട്ടുണ്ട്. ഷൂസ് സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ടെൻഷൻ. എനിക്ക് കല്യാണ സാരി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ടെൻഷൻ പോയത്. അതുവരെ ടെൻഷനാണ്. ഇപ്പൊ 2ാമത്തെ സാരി എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി അടുത്തത് അമ്മയുടെ പർച്ചേസിങ്. എന്താടാ ഒരു ഉഷാറില്ലാത്ത? തളർന്നാ? ഇത്ര നേരം വന്നപ്പോ മുതൽ നീ റെസ്റ്റിംഗ് ആണല്ലോ. ഇതൊക്കെ കണ്ട് പഠിക്കണം ഇപ്പൊ തന്നെ. അടുത്ത ആ മേമേ, ഇനി അടുത്തത് എൻ്റെ ഇത് കഴിഞ്ഞു. ഇനി ഞാൻ റെസ്റ്റ്. ഇനി അമ്മയ്ക്ക് സാരി നോക്കുകയാണ്. വൈശേട്ടൻ പിന്നെ ഫുൾ റെസ്റ്റ്. വൈശേട്ടന് പിന്നെ ഷർട്ടും എടുത്തിട്ടില്ല, മുണ്ടും എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷനാ. സോ ഗൈസ്, എൻ്റെ കോസ്റ്റ്യൂം സെലക്ഷന് ശേഷം വൈശേട്ടൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വന്നിരിക്കുകയെന്ന്. ആള് കുർത്ത, ഷർട്ട് അങ്ങനെ മാറി മാറി ഇട്ടോക്കുണ്ട്. പക്ഷെ ആൾക്ക് ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. വൈറ്റ് ഓർ ക്രീം ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കുന്ന വിചാരിക്കണം. ഇത് ഏതാ? മറ്റേതിന്റെ തന്നെ കുർത്തയാ? ഓ, അങ്ങനെ സെയിം ഉണ്ടോ? ആ ഷർട്ടിന്റെ തന്നെ സെയിം കുർത്ത കളറ്. എൻ്റെ ബ്രൈഡൽ സാരി സെറ്റ് ആക്കിയിട്ടുണ്ട്. ബ്ലൗസ് കെട്ടുന്ന അവസാന മണിക്കൂറുകൾ വളരെ നീണ്ട സെർച്ചിങ്ങിനൊടുവിൽ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കല്യാണ ഷോപ്പിംഗ് തീർന്നിരിക്കുകയാണ്. രാത്രി 9 മണിയോട് കൂടിയിട്ട് എറണാകുളം കല്യാൺ സിൽക്സിൽ വന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം 9 മണിക്ക്.